നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. വനംഭൂമി മലയോര പ്രദേശങ്ങളിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനുള്ള നടപടികൾക്ക് തുടക്കമായതായി റവന്യൂ മന്ത്രി കെ രാജൻ. തയ്യൂർ കിരാലൂർ ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ ചിത്രകാരി ജസ്ന സലീമിനും മറ്റൊരു വ്ളോഗർക്കുമെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ പരാതിയിലാണ് നടപടി. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസ് മുംബൈയിൽ നിന്ന് അറസ്റ്റിലായ പ്രതി പ്രഗിലേഷിനെ ഗുരുവായൂരിലെത്തിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. വാർത്തകൾ വിശദമായി. വനംഭൂമി മലയോര പ്രദേശങ്ങളിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനുള്ള നടപടികൾക്ക് തുടക്കമായതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. MLA SC മൊയ്തീന്റെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവഴിച്ച് പണിയുന്ന വേലൂർ തയ്യൂർ കിരാലൂർ ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1977 ശേഷം വനഭൂമി കൈവശമുള്ള അപേക്ഷകർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞിട്ടില്ല. റവന്യൂ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും സംയുക്തമായിട്ടുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താൻ കഴിയാത്തതാണ് ഇതിന് കാരണം. സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ പ്രകാരം കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജോയിന്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് നാളെ പീച്ചിയിൽ തുടക്കം കുറിക്കും. 6723 കുടുംബങ്ങൾക്ക് സർക്കാർ ഇതുവരെ പട്ടയം നൽകിയിട്ടുണ്ടെന്നും ഭൂമിയുടെ എല്ലാ രേഖകളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭൂവുടമകൾക്കും സ്മാർട്ട് കാർഡ് നൽകുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വനത്തിന്റെ പതിവ് കേന്ദ്രത്തിന്റെ ചുമതലയാണെങ്കിലും അതിൽ പുതിയ ഒരു തലത്തിലുള്ള ഇടപെടലിലൂടെ പട്ടയ വിതരണത്തിന് കഴിഞ്ഞ 10-30 വർഷക്കാലമായി നിലനിന്നിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ അഥവാ മരവിപ്പ് മാറ്റിയെടുത്ത് എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലയിലെ വനഭൂമി മേഖലയിലെ പട്ടയ വിതരണത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ അന്ന് പ്രിയപ്പെട്ട മന്ത്രി SC മൊയ്തീൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങളുടെ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടത്. ഞങ്ങൾ അതിൻ്റെ തുടർച്ച നല്ലതുപോലെ നടത്തി. ഇപ്പോൾ SC നാളെ നമ്മളൊരു ചരിത്ര വഴിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, കുന്നംകുളം തഹസീൽദാർ OB ഹേമ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, ബ്ലോക്ക് മെമ്പർ സ്വപ്ന റഷീദ്, വാർഡ് മെമ്പർ ശുഭ അനിൽകുമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പ്രേംരാജ് ചൂണ്ടലാത്ത്, അബിൽ ബേബി, PK സുരേഷ് കുമാർ, AL ബേബി, ജോസ് നീലങ്കാവിൽ, അശോകൻ മമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ദേശീയപാത തിരുവത്ര കോട്ടപ്പുറത്ത് ബൈക്കിൽ മിനിലോറിയിടിച്ച അപകടം. ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വടക്കാഞ്ചേരി പുലിപ്പറമ്പിൽ 18 വയസ്സുള്ള സലാഹുള്ളയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 10:15 സംഭവം. എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റയാളെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ ചിത്രകാരി ജസ്ന സലീമിനും മറ്റൊരു വ്ളോഗർക്കുമെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ പരാതിയിലാണ് നടപടി. കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധിക്കപ്പെട്ട ചിത്രകാരിയാണ് ജസ്ന. കഴിഞ്ഞ 5-നാണ് ജസ്നയുടെ സാമൂഹ്യമാധ്യമ അക്കൗണ്ടുകളിലൂടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കിഴക്കേ നടപ്പുരയ്ക്ക് സമീപവും മഞ്ജുളാലിന് സമീപവുമാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രവും നടപ്പുരയും കാണുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചുവെന്നാണ് പരാതി. കേസെടുത്ത ശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ACP C പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. പടിഞ്ഞാറേ നടയിലാണ് മറ്റൊരു വ്ളോഗർ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിനിയായ ജസ്നയ്ക്കെതിരെ നേരത്തെയും ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു. കിഴക്കേ നടയിൽ ഈ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നത്. ഇവർ നേരത്തെ ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു. ഈ സംഭവം ഹൈക്കോടതിയിൽ എത്തിയതിനെ തുടർന്നാണ് ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്.
RSS മുൻ കാര്യവാഹകവും മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗവുമായ NS സജിത്ത് CPM-ൽ ചേർന്നു. ശനിയാഴ്ച രാവിലെ മണലൂർ ഏരിയ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സജിത്തിന് ഹാരാർപ്പണം നടത്തി പതാക കൈമാറി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, CITU ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ, മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീതാ ഭരതൻ, കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സെക്രട്ടറി AK ഹുസൈൻ, ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK പ്രസാദ്, മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 5 വർഷം മുൻപ് വരെ ഞാൻ RSSന്റെ ഇവിടുത്തെ മണ്ഡൽ കാര്യവാഹ് തുടങ്ങിയ നിരവധി ചുമതലകൾ വഹിച്ചേർന്ന ഒരാളായിരുന്നു. പിന്നീട് സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ട് വന്ന് ഇവിടെ 5 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു. 5 വർഷക്കാലം കഴിയുന്നതിന് മുന്നേ ഒരു കൃത്യമായ കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലായത്, മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് ഈ രാജ്യത്തോ ആധുനിക സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല എന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി പ്രഗിലേഷിന് ഗുരുവായൂരിലെത്തിച്ചു. ഒളിവിൽ പോയ പ്രഗിലേഷിനെ മുംബൈയിലെ പാൽഘർ ജില്ലയിൽ നിന്നാണ് പിടികൂടിയത്. ഇന്ന് ഗുരുവായൂരിലെത്തിച്ച പ്രതിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സീനിയർ CPO VL സന്തീഷ് കുമാർ, ASI K ഷാജൻ, K കൃഷ്ണപ്രസാദ് എന്നിവർ ചേർന്നാണ് മുംബൈയിൽ നിന്നും പ്രതിയെ കണ്ടെത്തിയത്. ഒരാഴ്ചത്തെ പരിശ്രമം കൊണ്ടാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചതെന്ന് അന്വേഷണ സംഘത്തിലുണ്ടായവർ പറഞ്ഞു. ഒക്ടോബർ 10-നാണ് വ്യാപാരിയായ മുസ്തഫയെ കർണംകോട്ട് ബസാറിലെ വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണി മൂലമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന കുറിപ്പും ഉണ്ടായിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പ്രഗിലേഷ്, ദിവേക് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇരുവരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നുവെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല. പ്രഗിലേഷിന്റെ വീട് അടഞ്ഞുകിടന്നിരുന്നതിനാൽ കോടതിയുടെ അനുമതി വാങ്ങി പൂട്ടു തകർത്താണ് റെയ്ഡ് നടത്തിയത്. പ്രഗിലേഷും ദിവേഗും മുസ്തഫയെ വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിച്ചതായും പരാതിയുണ്ടായിരുന്നു. 6 ലക്ഷം കടമെടുത്തതിന് 40 ലക്ഷത്തോളം തിരിച്ചടച്ചുവെന്നും ഭൂമി എഴുതി വാങ്ങിയെന്നും മുസ്തഫ കത്തെഴുതി വച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രഗിലേഷിനെ 1-ാം പ്രതിയാക്കി ടെമ്പിൾ പോലീസ് കേസെടുത്തതോടെ പ്രഗിലേഷും കുടുംബവും ഒളിവിൽ പോവുകയായിരുന്നു. മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത ശേഷം ഇവർ കാറിൽ കറങ്ങുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഇത് വ്യക്തമാക്കുകയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് മുംബൈയിലെത്തിയപ്പോൾ പിന്തുടർന്നെത്തിയ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് നാട്ടിലെത്തിച്ചത്. വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിന് ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SHO G അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. സീനിയർ CPO VL സന്തീഷ് കുമാർ, ASI K ഷാജൻ, K കൃഷ്ണപ്രസാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നവർ. കേസിൽ പ്രതിയായ പ്രഗിലേഷ് മുംബൈയിൽ ഉണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം അങ്ങോട്ട് തിരിക്കുകയായിരുന്നു. ഒരാഴ്ചത്തെ പരിശ്രമത്തിനൊടുവിൽ മുംബൈയിലെ പാൽഘർ എന്ന ജില്ലയിൽ നിന്നാണ് പ്രതിയെ തന്ത്രപൂർവ്വം അന്വേഷണ സംഘം പിടികൂടിയത്. കലോത്സവത്തിലെ ആധിപത്യം തുടർന്ന് LF ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. നവംബർ 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ എടക്കടിയൂർ സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടന്നത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 4 ദിവസങ്ങളായി 550 പോയിന്റ് നേടിയാണ് LF സ്കൂൾ ചാമ്പ്യൻ പട്ടം നേടിയത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ 2-ാം സ്ഥാനവും ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂൾ 3-ാം സ്ഥാനവും നേടി. സബ് കളക്ടർ അഖിൽ വി മേനോൻ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. NK അക്ബർ MLA മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, മറ്റ് ജനപ്രതിനിധികളായ റഹീം വീട്ടിപ്പറമ്പിൽ, VM മുഹമ്മദ് ഗസാലി, സുഹറ ബക്കർ,
കെ.എ. വിശ്വനാഥൻ, ഷമീം അഷ്റഫ്, എ.കെ. വിജയൻ, എ.സി. ബാലകൃഷ്ണൻ, ആർ.പി. ബഷീർ, ഡി.ഇ.ഒ. ടി. രാധ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്കൃത കലോത്സവത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളാണ് ചാമ്പ്യന്മാർ. ചാവക്കാട് എം.ആർ. രാമൻ മെമ്മോറിയൽ സ്കൂൾ 2ാം സ്ഥാനം നേടി. അറബി കലോത്സവത്തിൽ മണത്തല ഗവൺമെന്റ് ഹൈസ്കൂളും വടക്കേകാട് ഐ.സി.എ. ഹയർ സെക്കൻഡറി സ്കൂളും ഒരേ പോയിന്റോടെ 1ാം സ്ഥാനം പങ്കിട്ടു. തൊഴിയൂർ റഹ്മത്ത് ഇംഗ്ലീഷ് ഹൈസ്കൂൾ 2ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ ഓവറോൾ ട്രോഫി ഗുരുവായൂർ ശ്രീകൃഷ്ണ HSS നേടി. തിരുവാളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനക്കാരായി. UP വിഭാഗത്തിൽ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ വയലത്തൂർ, തിരുവത്ര കുമാർ UPS എന്നിവർ യഥാക്രമം 1-2 സ്ഥാനങ്ങളിലെത്തി. തിരുവത്ര കുമാർ AUP സ്കൂൾ LP വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ പാലുവായ് സെന്റ് ആന്റണീസ് UPS 2ാം സ്ഥാനത്തെത്തി. കാട്ടകാമ്പാൽ പഞ്ചായത്ത് 4 ലക്ഷം രൂപ ചെലവഴിച്ച് സ്രായിക്കടവിൽ നിർമ്മിക്കുന്ന വയോജന പാർക്കിന്റെ ആദ്യഘട്ട പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നടന്നു. വയോജനങ്ങളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനായി നിർമ്മിക്കുന്ന പാർക്കിൽ മഴയും വെയിലും ഏൽക്കാതെ സ്രായിക്കടവിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്ന വിധത്തിലാണ് പാർക്ക് നിർമ്മിക്കുന്നത്. 2ാം ഘട്ടത്തിൽ ഓപ്പൺ ജിം അടക്കമുള്ള സംവിധാനങ്ങളും പാർക്കിൽ ഒരുക്കും. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീജ സുഗതൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിന്ദു മനോഹരൻ, മിൻഡോ റെനി, മെമ്പർമാരായ MS മണികണ്ഠൻ, യദു കൃഷ്ണൻ, ഗദീജ ഹസൻ, MK സുധീർ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം 1ാം വർഷ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലിഖിത് എന്ന കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം നടന്നു. മലയാള വിഭാഗത്തിലെ കോവലൻ സ്മാരക സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ്, മലയാള വിഭാഗം അധ്യക്ഷയായ ഡോക്ടർ AM റീനയ്ക്ക് നൽകിക്കൊണ്ടാണ് ലിഖിതം കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം നിർവഹിച്ചത്. വിദ്യാർത്ഥികളുടെ സർഗാത്മക രചനകൾക്കൊപ്പം വരകളും ചേർത്തുകൊണ്ടാണ് കയ്യെഴുത്ത് മാസിക തയ്യാറാക്കിയത്. IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ, വിദ്യാർത്ഥി കോർഡിനേറ്ററായ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി M അനിൽകുമാർ, വിദ്യാർത്ഥികളായ മീനാക്ഷിക്കുട്ടി, ആഷ്ലിൻ എന്നിവർ സംസാരിച്ചു. മലയാള വിഭാഗം അധ്യാപകനും കവിയുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, 1ാം വർഷ വിദ്യാർത്ഥിനി അനഘ എന്നിവർ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. മലയാള വിഭാഗത്തിന് പുറമെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകരും പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. നാട്ടുകാരുടെയും കർഷകരുടെയും ഏറെ നാളത്തെ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ കടവല്ലൂർ പാടത്ത് വീണ്ടും നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാതിർത്തിയായ കടവല്ലൂർ പാടത്താണ് കടവല്ലൂർ പഞ്ചായത്ത് മുൻകൈയെടുത്ത് 3 ലക്ഷം രൂപ ചെലവഴിച്ച് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. മുൻപും ഇവിടെ ക്യാമറ സ്ഥാപിച്ചിരുന്നെങ്കിലും വാഹനമിടിച്ച് തകർന്നതിനെ തുടർന്ന് നീക്കം ചെയ്യുകയായിരുന്നു. പാതയുടെ ഇരുവശങ്ങളിലും രാത്രിയുടെ മറവിൽ സെപ്റ്റി ടാങ്ക് മാലിന്യം ഉൾപ്പെടെയുള്ളവ തള്ളുന്നത് സ്ഥിരമായിരുന്നു. വെള്ളം കെട്ടി നിൽക്കുന്ന തോട്ടിലേക്കും കൃഷിയിടങ്ങളിലേക്കും ടാങ്കർ ലോറികളിലെത്തി രാത്രിയുടെ മറവിലാണ് മാലിന്യങ്ങൾ തള്ളിയിരുന്നത്. ഇത് കർഷകരെയും പ്രദേശവാസികളെയും ഏറെ ദുരിതത്തിലാക്കിയിരുന്നു. കർഷകർ പഞ്ചായത്തിനും കളക്ടർക്കും പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളുന്ന വാഹനം കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. നവീകരിച്ച കടപ്പുറം ഒരുമനിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം കടവ് നടപ്പാലം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30.66 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലം നവീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി, ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, കടപ്പുറം ഒരുമനിയൂർ പഞ്ചായത്ത് മെമ്പർമാർ, അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സീത, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ജിഷകുമാർ, TM ഉണ്ണികൃഷ്ണൻ, ഓവർസിയർ KP ബിൻഷ, ഹംസ അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അജ്മൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ട്രഷറർ മുകേഷ് കൊങ്ങണൂർ വരവ് ചെലവ് കണക്കുകളും PS ടോണി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് റിപ്പോർട്ടിന്മേൽ ചർച്ചയുണ്ടായി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജിജോ തരകൻ, സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, ട്രഷറർ PS ടോണി, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം, നിർവാഹക സമിതി അംഗങ്ങളായി സുധീഷ് മേക്കാട്ടിൽ, ജോസ് മാളിയേക്കൽ, ഓഡിറ്ററായി രവീന്ദ്രനാഥ് കൂനത്ത് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജിജോ തരകൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. കുന്നംകുളം നഗരസഭയിലെ വാർഡ് 3 കിഴൂർ നോർത്തിൽ ആശാവർക്കർമാരുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഓഫീസ് ഉപകരിക്കും. ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, മുൻ ചെയർമാൻ PG ജയപ്രകാശ്,
മുൻ കൗൺസിലർമാരായ കെ എ അസീസ്, സലീം കീഴൂർ, നഗരസഭാ പരിധിയിലെ മുഴുവൻ ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. നാടക ക്യാമ്പിലെ കുട്ടികൾക്ക് ലഹരിക്കെതിരെ പോരാടാൻ ഫിഷും അക്വേറിയവും സമ്മാനിച്ച് അധ്യാപകൻ. ജില്ലാ കലോത്സവങ്ങളിൽ നാടകം പോലെയുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവരെ പരിശീലിപ്പിക്കാനായി സംഘടിപ്പിച്ച നാടക ക്യാമ്പിലെ കുട്ടികൾക്കാണ് ഫൈറ്റർ വിഭാഗത്തിലെ ഫിഷും അക്വേറിയവും സമ്മാനിച്ചത്. പുതുതലമുറയിലെ കുട്ടികളെ ലഹരിക്കെതിരെ പോരാടാൻ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഫൈറ്റർ വിഭാഗത്തിലുള്ള മത്സ്യവും അക്വേറിയവും സമ്മാനിച്ച് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു രംഗത്തെത്തിയത്. നമ്പഴിക്കാട് സജീഷിന്റെ ചായക്കടയുടെ മുകളിൽ നടക്കുന്ന നാടക ക്യാമ്പ് കലാകാരനും വേലൂർ ജീവജ്വാല അക്കാദമി ഡയറക്ടറുമായ ബിഞ്ചു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നാടക സംവിധായകരായ നവീൻ പൈനിത്തടം, അനീഷ് ആളൂർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 80-ൽ പരം വിവിധ ചായ രുചികൾ നൽകി ജനശ്രദ്ധ ആകർഷിച്ച സജീഷേട്ടന്റെ ചായക്കടയുടെ മുകളിലാണ് നാടക പട്ടറെ എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് ഡയറക്ടർ സജീഷ് ചന്ദ്രൻ സ്വാഗതവും തുളസി നന്ദിയും പറഞ്ഞു. ക്യാമ്പിന് ഘനശ്യാം, ഹിഭാഷ, ഇവാൻ, സ്വാതിക്, നിഷാദ്, അഭിജിത്ത്, ഗോഡ്വിൻ, ആദിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 104 വിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്ത പദ്ധതി വഴി 5000-ഓളം പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്ത് ശ്രദ്ധേയനായ സ്റ്റൈജു മാസ്റ്റർ തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം നീക്കിവെച്ചാണ് ഇത്തരം പരിപാടികൾക്ക് പണം കണ്ടെത്തുന്നത്. ലഹരിക്കെതിരെ വേറിട്ട പദ്ധതികൾ വഴി വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തുന്ന അധ്യാപകനായ സ്റ്റൈജു 24 കേരള ബറ്റാലിയനിലെ മേജർ റാങ്കിലുള്ള അസോസിയേറ്റ് NCC ഓഫീസർ കൂടിയാണ്. കടപ്പുറം പഞ്ചായത്ത് ജനകീയാസൂത്രണം 2025-2026 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4-ാം വാർഡിലെ 24-28 നമ്പർ അംഗൻവാടികൾ നാടിന് സമർപ്പിച്ചു. 4-ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മൻസൂർ അലി മുഖ്യാതിഥിയായി. ഇന്റർലോക്ക് ട്രസ് വർക്ക് നടത്തി 7 ലക്ഷം രൂപയാണ് അംഗൻവാടികളിൽ ചെലവാക്കിയത്. അംഗൻവാടി അധ്യാപകരായ ഷാജിദ, വിജി, ഹെൽപ്പർമാരായ ജയ, ALMC അംഗങ്ങളായ അബ്ദുൽ കരീം, TC ചന്ദ്രൻ, മുഹമ്മദ് റാഫി, വിനോദ് നായരുശ്ശേരി, തങ്കമണി എന്നിവർ സംസാരിച്ചു. അഖില ലോക YMCA പ്രാർത്ഥനാ വാരാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം YMCയുടെ ആഭിമുഖ്യത്തിൽ പ്രാർത്ഥനാ യോഗം നവംബർ 11-ന് YMC ഓഡിറ്റോറിയത്തിൽ നടക്കും. ജൂബിലി പ്രാർത്ഥനയുടെ പ്രവർത്തനത്തിലെ 150 വർഷങ്ങൾ എന്നതാണ് ചിന്താവിഷയം. 11-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6:30-ക്ക് ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ക്രാരിയേലി സെന്റ് മേരീസ് യാക്കോബായ പള്ളി വികാരി ജിനോ ജോസ് കരിപ്പക്കാടൻ സന്ദേശം നൽകും. YMCA കൊയർ ഗാനശുശ്രൂഷ നിർവഹിക്കും. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. 57 പോയിന്റോടെ LP ജനറൽ വിഭാഗം 2-ാം സ്ഥാനമാണ് സ്കൂൾ സ്വന്തമാക്കിയത്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ കലോത്സവത്തിൽ 3-ാം സ്ഥാനം നേടിയ സ്കൂൾ ഇത്തവണ 2-ാം സ്ഥാനത്തേക്ക് എത്തി നില മെച്ചപ്പെടുത്തുകയായിരുന്നു. ആർത്താറ്റ് ഹോളി ക്രോസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഫെഡറൽ ബാങ്ക് കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ CSR ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സൗരോർജ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാറാണ്ടൂർ താഴത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഹോളി ക്രോസ് സ്കൂളിലെ മാനേജർ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫെഡറൽ ബാങ്ക് സീനിയർ വൈസ് പ്രസിഡന്റ് CM ശശിധരൻ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആൻഡോ ഒല്ലൂക്കാരൻ, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ എന്നിവർ സംസാരിച്ചു. സൗരോർജ പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിനൊപ്പം സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പ്രാർത്ഥനാ ഹാളിന്റെയും മിനി ഓഡിറ്റോറിയത്തിന്റെയും ഫുട്ബോൾ ഗ്രൗണ്ടിന്റെയും നവീകരിച്ച KG പാർക്കിന്റെയും ആശീർവാദ കർമ്മവും ആർച്ച് ബിഷപ്പ് നിർവഹിച്ചു. സ്കൂൾ ഫിനാൻസ് മാനേജറും പദ്ധതികളുടെ കോർഡിനേറ്ററുമായ ഫാദർ ഫെബിൻ കുത്തൂർ നന്ദി പറഞ്ഞു. സംസ്ഥാന അത്ലറ്റിക്സ് മീറ്റിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ഡിസ്കസ് ത്രോ മത്സരത്തിൽ 6-ാം സ്ഥാനവും ജില്ലാതല മത്സരത്തിൽ 2-ാം സ്ഥാനവും നേടിയ പെരുമ്പിലാവ് സ്വദേശി ആബിദിനെ വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് ആദരിച്ചു. പാർട്ടി യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് MN സലാഹുദ്ദീൻ ഉപഹാരം സമ്മാനിച്ചു. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CM ഷെരീഫ്, മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ, MH റഫീഖ്, ഹസീന സലിൻ, നിഷാദ് ആൽത്തറ, മൊയ്തീൻ ബാവ എന്നിവർ പങ്കെടുത്തു. പെരുമ്പിലാവ് അബൂബക്കർ ജസീല ദമ്പതികളുടെ മകനായ ആബിദ് കരിക്കാട് അല്ലമിൻ ഇംഗ്ലീഷ് ഹൈസ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്കൂളിലെ കായിക അധ്യാപകൻ PM ഷെരീഫ് ആയിരുന്നു പരിശീലകൻ. മജ്ലിസ് കിഡ്സ് ഫെസ്റ്റിൽ 3-ാം തവണയും കലാകിരീടം സ്വന്തമാക്കി പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ. കേച്ചേരി അൽ ഇസ്ലാം സ്കൂളിൽ നടന്ന വിദ്യാ കൗൺസിൽ പാലക്കാട് തൃശൂർ റീജിയൻ
കിഡ്സ് ഫെസ്റ്റിലാണ് അൻസാർ സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത്. തുടർച്ചയായി 3ാം തവണയാണ് സ്കൂളിന്റെ ഈ നേട്ടം. സമാപന സമ്മേളനത്തിൽ ടീം മാനേജർമാരായ ജൂനിയർ പ്രിൻസിപ്പൽ MS ഷബിത, MS ബബിത എന്നിവരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകിയ അധ്യാപകരും വിജയികളായ വിദ്യാർത്ഥികളും ചേർന്ന വിദ്യാ കൗൺസിൽ പ്രതിനിധികളിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,185 രൂപ, സ്വർണം പവന് 89,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 160 രൂപ. ചർമ്മം വാഗ AKG നഗർ കൂളിയാട്ട് ശങ്കരക്കുട്ടി ഭാര്യ തങ്കമണി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വനഭൂമി മലയോര പ്രദേശങ്ങളിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനുള്ള നടപടികൾക്ക് തുടക്കമായതായി റവന്യൂ മന്ത്രി കെ രാജൻ. തയ്യൂർ കിരാലൂർ ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ ചിത്രകാരി ജസ്ന സലിമിനും മറ്റൊരു വ്ളോഗർക്കുമെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ പരാതിയിലാണ് നടപടി. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരി മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസ് മുംബൈയിൽ നിന്ന് അറസ്റ്റിലായ പ്രതി പ്രഗിലേഷിനെ ഗുരുവായൂരിൽ എത്തിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.